അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കിയത് നമ്മുടെ ഒരു SSC GD കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ അത് ആൻസർ കിട്ടിയോ ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്പർ സിസ്റ്റം പറഞ്ഞ ടോപ്പിക് എന്നാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ ചോദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഇവിടെ പ്രൈം നമ്പറുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 4 പ്രൈം നമ്പറുകളെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിന്ന് വലുതിലേക്കാണ് ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ 4 നമ്പറുകളെ അവര് തന്നിരിക്കുന്നത് 2 സെക്ഷനായിട്ടാണ്. അതായത് ആദ്യത്തെ 3 നമ്പറുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 3 നമ്പറുകളെ ABC എന്ന് എടുക്കാം. 4ാമത്തെ നമ്പർ D ആണ് വിചാരിക്കും. അപ്പോൾ ആദ്യത്തെ 3 നമ്പറുകൾ ഏതൊക്കെയാണ്? ABC ആണ്. അവസാനത്തെ 3 നമ്പറുകൾ BCD ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ആദ്യത്തെ 3 നമ്പറുകളുടെ പ്രൊഡക്റ്റ്, അതായത് A×B×C അതെന്താണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. A×B×C എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ 3 നമ്പറുകളുടെ പ്രൊഡക്റ്റ് എത്രയാണ്? അതും അവർ പറഞ്ഞിട്ടുണ്ട്, B×C×D. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് തന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അത് അതിന് മുന്നോടിയായിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതും കൂടെ പ്രധാനമാണ്. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലാർജസ്റ്റ് പ്രൈം നമ്പർ, അതായത് ഈ 4 പ്രൈം നമ്പറിലെ ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എന്ത് മാത്രമാണ്? അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അസെൻഡിങ് ഓർഡർ ആണ്. അപ്പൊ ഇത് ചെറുതാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ. നമുക്ക് ആവശ്യമുള്ള ഏതാണ്? D ആണ്. അപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഇവിടെ കീ പോയിന്റ് ആയിട്ട് തന്നിട്ടുള്ളത്. ഈ 2 കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? D കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതെ, അതായത് ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്. അപ്പൊ നമുക്ക് A×B×C തന്നിട്ടുണ്ട്, B×C×D തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, A×B×CA B×C×D കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ബിയും ക്യാൻസൽ ആയി പോകും, സിയും ക്യാൻസൽ ആയി പോകും. അപ്പൊ അവസാനം ശേഷിക്കുന്ന എന്ത് മാത്രമാണ്? മേലെ ഒരു എയും ഉണ്ടാവും, താഴെ ഒരു ഡിയും ഉണ്ടാവും. അപ്പൊ ഈ 2 വാല്യൂ അവർ തന്നിട്ടുണ്ട്. A×B×C എന്ന് പറയുന്നത് എത്രയാണ്? 255 ആണെന്ന് അവർ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. B×C×D എന്ന് പറയുന്നത് 1955 ആണ്. അതായത് ഈ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എയും ഡിയും മാത്രമാണ്. അത് മേലെ അവശേഷിക്കുന്നുണ്ടാവുക ഏതായിരിക്കും? എ ആയിരിക്കും. താഴത്ത് അവശേഷിക്കുന്നുണ്ടാവുക D ആയിരിക്കും. അപ്പൊ നമുക്കിത് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തപ്പോൾ ആണ് നമുക്ക് എയും ഡിയും കിട്ടിയത്. അതേപോലെ ഇവിടെ കോമൺ ആയിട്ടുള്ള സംഖ്യകൾ ക്യാൻസൽ ആയി പോകുമ്പോൾ നമുക്ക് അവശേഷിക്കുന്ന എന്ത് മാത്രമായിരിക്കും? എയും ഡിയും മാത്രമായിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും ഇവിടെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 51 എന്ന് കിട്ടും. ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 19 5 3 പ്രാവശ്യം, ശിഷ്ടം 4 45 9 അല്ലെ, 9 പ്രാവശ്യം, പിന്നെ 5 1 പ്രാവശ്യം. പിന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക? പിന്നെയും കോമൺ ആയിട്ട് പോകുന്ന സംഖ്യ ഉണ്ട്. പിന്നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഉണ്ട്. നമുക്ക് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 51 17 3 പ്രാവശ്യമാണ്. 39 17 എത്ര പ്രാവശ്യം? 39 17 2 പ്രാവശ്യം. അതായത് 2 17 34. ശിഷ്ടം എത്രയാണ്? 5 ആണ്. അപ്പൊ 5 1 51. 51 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം. അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പൊ മേലെ കിട്ടുന്നത് A ആയിരിക്കും, അത് 3 ആണ്. താഴത്ത് കിട്ടുന്നത് D ആയിരിക്കും, അത് എത്രയാണ്? 23 ആണ്. അപ്പൊ D = 23 എന്നുള്ള ഉത്തരം കിട്ടും. ഇത് നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ മോഡലിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്.